ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഒരു ചെറിയൊരു മോർണിംഗ് റൈഡ് കാര്യങ്ങളെടുത്താണ്. നല്ല മഞ്ഞും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു ഊട്ടി ഫീലാണ് ഇവിടെ എല്ലാം നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു എസ്റ്റേറ്റ് കാര്യങ്ങളുണ്ട്. റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി അത് ഷട്ടറിങ് കാര്യങ്ങൾ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഫുള്ളും മരം വെട്ടുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു വഴി കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു മലയിലേക്ക് കയറാൻ വേണ്ടി. ഇപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ മഴ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളുണ്ട്. സോ ഒരു ഓഫ് റോഡ് കാര്യങ്ങൾ കയറ്റാമെന്ന് രാവിലെ വിചാരിച്ചൊരു മോർണിംഗ് റൈഡ് കാര്യങ്ങൾ എടുത്തതാണ്. സോ ഒരു കംപ്ലീറ്റ് ഡെഡ്ലി ഓഫ് റോഡ് കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും ചെറിയൊരു ഓഫ് റോഡ് പോലെ കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ഞാനും എൻ്റെ കസിനൂടിയായിട്ട് ഇറങ്ങുന്നതാണ്. സോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അവനെ വിളിക്കാനെടുത്ത് കറക്റ്റ് അവൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ വിളിച്ചു നോക്കാം രാവിലെ എണീക്കുകയോ ആവും. രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇന്നലെ പോയവനാണ്. ഓക്കെ, വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വിളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു. എവിടെയാ? എന്നെ കിട്ടണ്ടേ? ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വഴി കാര്യങ്ങൾ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ല രീതിയിൽ ചെളി കാര്യങ്ങൾ കയറി കിടക്കുവാണ്. കുഴഞ്ഞിരിക്കാൻ ടയർ കിടന്ന് സ്ലിപ്പായി വായ്പായാണ് പോണത്. അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഇവിടെ നിർത്തല്ലോ, നിനക്ക് അറിഞ്ഞു വിടാൻ വേണ്ടി. എടാ ഇന്നലെ മഴ പെയ്തില്ല, അതാ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. RTR പൊക്കാനൊക്കെ നമ്മൾ മതി. ഇവിടെ കോല് എൻ്റെ പെട്രോള് പോയി. ആരാ ബാക്കില്? നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പ്രഷർ ചെയ്ത് ബാക്കി നീ ചവിട്ടി വിട്ടായി. അതേ അറിയില്ല. Wow. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. പേടിക്കരുത്.
നോക്ക മിറർ പോയി എന്താ മണ്ണും പൂന് വണ്ടി ഹീറ്റായിരുന്നോ? അതൊക്കെ പുഷ്പം പോലെ അത് പിടിച്ച് എടാ എൻ്റെ ടയറായി മെനായിട്ട് ടയറേ നിന്റെ കട്ടയുള്ള ടയർ പോലെയല്ല. നീ കട്ടയിട്ട് ഞാൻ കട്ടയിട്ടിട്ടില്ല. എടാ അവിടം വരെ വെയിറ്റ് കൊടുത്തു ഞാൻ, അതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല. ഈ വെയിറ്റ് പരിപാടി ആദ്യം നീ കൊടുത്താറൊക്കെ കയറി പോരില്ലേ? അതിൻ്റെ അപ്പുറത്തോട്ടെന്നാ എടാ പൊന്നാ അത് വെയിലും വലിയ ഇറക്കാം. അറിയില്ല. അവിടെയാണെങ്കിൽ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. ഏതെവിടെയാ നോക്കട്ടെ ആദ്യം. അങ്ങനെ ഒരുവിധം മേളിലെത്തി. ഈ സാധനം ഒന്ന് കയറ്റിക്കൊണ്ട് വരാനാണ് പാട്, ഏറ്റവും വലിയ പാട് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ ചെളി എല്ലായിടത്തും അടിച്ച് കയറിയിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. ഇനി ഇത് കഴുകിയെടുക്കാൻ നേരത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഒലക്കൊക്കെ അടിക്കുന്നത് തോന്നുന്നത്. ഇപ്പോൾ രാവിലെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എങ്ങോട്ടിടാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇനി ചെല്ലും പറയാൻ ബാക്കി വീട്ടിലുണ്ടാവുന്ന പരിപാടി കാര്യങ്ങൾ. അപ്പോൾ ഇവിടം കൊണ്ട് എൻഡ് ചെയ്യുമല്ല കേട്ടോ ഈ വഴി നമുക്ക് ഈ ഒരു ടോപ്പിലോട്ട് കാര്യങ്ങൾക്ക് വഴി കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും നമുക്ക് കയറി പോവാം. പക്ഷേ ഇപ്പോൾ ആ പോർഷനിൽ തടി കാര്യങ്ങൾ ഇട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറി പോകാനൊരു ലിമിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരിന്ന് മിക്കവാറും വന്ന് തടി കാര്യങ്ങൾ എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഇന്നിപ്പോൾ അവർക്ക് ഇല്ലാത്ത കാരണം മിക്കവാറും നാളെ വന്നാണ് തടി കാര്യങ്ങൾ എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ടോപ്പിലോട്ട് കാര്യങ്ങൾ കയറാൻ പറ്റും. നമുക്ക് കയറാൻ പറ്റുമെന്നാണ് നമ്മൾ മിനിഞ്ഞാന്നൊക്കെ നോക്കി ഇപ്പോൾ പറ്റിയെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് അവർ ആ തലയ്ക്ക് പറ്റിയ ആ ഒരു വഴി തന്നെ ഇട്ടിട്ടുള്ളത്. സോ ഇവിടെ വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. അവിടെ ഇവിടെയും ചെറിയ കാര്യങ്ങൾ നന്നായിട്ടും പറ്റിയുണ്ട്. അപ്പോൾ ബാക്കി ആ ഒരു വഴി കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ റെസ്പോൺസ് അനുസരിച്ച് ബാക്കി നമുക്ക് ഫുള്ളായിട്ട് ഈ ടോപ്പിലെ മലയിലേക്ക് കയറണം എന്നുള്ളത് നോക്കാം. കയറ്റണ പോലെ തന്നെ ടഫാണ് തിരിച്ചിറങ്ങലും. എന്നാൽ ബാക്കി പിന്നെ കാണാം. ഇത് ഇറക്കുമല്ല, ഇത് തന്നെ വണ്ടി പോവാ. ഞാനെന്തിയാലോ എക്സ്പൾസ് 2 വന്ന് ഇറങ്ങുന്നുണ്ട്. അത് പോയി ബുക്ക് ചെയ്യും. ഏതാ ഇത് വാശിയാണ്. ഞാൻ എങ്ങനെ ബാങ്കിൽ കൊണ്ടുവന്ന് നാട്ടുകാരനെ തെറി വിളിക്കും. ഹാപ്പി നീ ആ ഹീറോയുടെ എക്സ്പൾസ് 2 പറഞ്ഞ ഇറങ്ങണ്ടേ പോളീസ് തന്നെ. അത് പറഞ്ഞ ബുക്ക് ചെയ്യാം. MT അങ്ങോട്ട് വെക്ക്. ആണോ? എന്നാ വണ്ടി പൊളിച്ചിട്ട് കൊടുക്കണം. പട്ടി തെണ്ടി പാവപ്പെട്ടവരെ പറ്റിക്കാൻ. വണ്ടി മറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് 2 തവണ പുക വന്നായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ പുകയൊന്നും വന്നില്ല. ഓക്കെ ഓക്കെ. എൻ്റെ മുഖത്തോട്ട് തന്നെ തെറിപ്പിക്കണല്ലോ. It was at this moment that he knew he fucked up. ആടാ അന്നാ നീ ചെന്ന് തെറിയാക്കി. ശരി എന്നാ പോകട്ടാ.
അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു കട്ട പോലെ ഇരിക്കുന്ന ചെളിയാരികൾ ഇറക്കിയെടുക്കുക എന്നുള്ളതാണ്. വീട്ടിലോട്ട് ഈ വണ്ടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് അമ്മയുടെ ഓഷനിൽ നിന്ന്. അപ്പോൾ അവിടെ നല്ല ചീത്ത കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ഈ വണ്ടി അത് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ ചുമ്മാ ചെയ്തതാണ്. അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് കരുതി. അപ്പം അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഓഫ് റോഡ് വീഡിയോ അല്ല, അതിൻ്റെ പേരിൽ വന്ന് കളക്കി പിടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ടോപ്പിലോട്ട് കാര്യങ്ങൾ നമുക്ക് കയറാൻ പറ്റുന്നതാണെങ്കിൽ ആ ഈ ഒരു വീഡിയോ റെസ്പോൺസ് അനുസരിച്ച് അടുത്ത് ഷൂട്ട് ചെയ്യാം. അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. സീ ദെൻ ബൈ.